സൗദിയിലെ ആരോഗ്യ മേഖലയിൽ രണ്ടാം ഘട്ട പ്രാദേശികവൽക്കരണം തുടങ്ങി. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ 80% സൗദികളെ നിയമിക്കണമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഇതോടെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ കൂടുതൽ വിദേശികൾക്ക് ജോലി നഷ്ടമാകും. ആരോഗ്യ മേഖലയിലെ 4 തൊഴിലുകളിൽ സ്വദേശീവൽക്കരണം ഉയർത്തുന്നതിനുള്ള തീരുമാനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്നു മുതൽ നടപ്പിലാക്കി തുടങ്ങിയത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സഹകരിച്ചാണ് സൗദിവൽക്കരണ തോത് വർദ്ധിപ്പിക്കുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഫിസിയോതെറാപ്പി ജോലികളിൽ 80% സൗദി പൗരന്മാരെ നിയമിക്കണം. അതേസമയം മെഡിക്കൽ ലാബോറട്ടറികളിൽ 70%വും റേഡിയോളജി 65%വും സൗദിവൽക്കരണ തോത് ഉയർത്തണം. സ്പെഷ്യലിസ്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം 7000 റിയാലും ടെക്നീഷ്യന്മാർക്ക് 5000 റിയാലുമായി നിശ്ചയിച്ചിട്ടുണ്ട്. സൗദിയിലുടനീളമുള്ള എല്ലാ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനം ബാധകമാണ്. മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അതിന്റെ വെബ്സൈറ്റുകളിൽ നടപടിക്രമ മാർഗനിർദ്ദേശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സൗദി വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ആരോഗ്യ മന്ത്രാലയം രണ്ടാം ഘട്ട സ്വദേശീവൽക്കരണത്തിന് മേൽനോട്ടം വഹിക്കും. റിക്രൂട്ട്മെന്റ് സഹായം, പരിശീലനം തുടങ്ങിയ പിന്തുണയും പ്രോത്സാഹനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അധികൃതർ നൽകും. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.